നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു പുതിയ ചുവട് വെക്കാൻ ഭയക്കുന്നത് പരാജയത്തെക്കുറിച്ച് ഓർത്താണ്. ഇതൊക്കെ നടക്കുമോ, ലോകം എന്തു പറയും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചങ്ങലയിടാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ചരിത്രം മാറ്റിമറിച്ചവർ ആരും തന്നെ ആദ്യ ശ്രമത്തിൽ വിജയിച്ചവരല്ല. ഇന്ന് ലോകം മുഴുവൻ രുചിയോടെ കഴിക്കുന്ന KFC എന്ന ബ്രാൻഡിന്റെ കഥ തന്നെ നോക്കൂ. അതിന്റെ സ്ഥാപകൻ കേണൽ സാൻഡേഴ്സ് തന്റെ സ്വപ്നവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രായം 65 ആയിരുന്നു. വെറും $105 തന്റെ ചിക്കൻ റെസിപ്പി വിൽക്കാൻ നടന്ന അദ്ദേഹത്തെ ലോകം 1009 തവണയാണ് നിരസിച്ചത്. 1000-ലധികം വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പക്ഷേ ആ 1010ാമത്തെ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ പിറന്നത് ഒരു ആഗോള സാമ്രാജ്യമാണ്. പരാജയം എന്നത് അവസാനമല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള ഒരു റീറൂട്ടിംഗ് മാത്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, പരാജയം എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അഥവാ പഠനത്തിലേക്കുള്ള ആദ്യ ചുവട് മാത്രമാണ്. സമകാലിക ലോകത്ത് നമ്മൾ പലപ്പോഴും ചെറിയ തടസ്സങ്ങൾ വരുമ്പോഴേക്കും തളർന്നു പോകുന്നു. ഇന്റർനെറ്റ് കട്ടാകുമ്പോഴോ പ്ലാനുകൾ പാളുമ്പോഴോ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മളെ തളർത്തരുത്. സാഹിത്യകാരൻ OV വിജയൻ പണ്ട് പറഞ്ഞതുപോലെ, ചിലപ്പോൾ ഇരുട്ടാണ് വെളിച്ചത്തേക്കാൾ സത്യസന്ധം. കാരണം ആ ഇരുട്ടിലാണ് നമ്മൾ നമ്മുടെ ആന്തരികമായ കരുത്ത് തിരിച്ചറിയുന്നത്. ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാടുകളാണ് നാളത്തെ നിങ്ങളുടെ വിജയകഥയിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ. പരാജയപ്പെടുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് പരാജയപ്പെട്ട് അവിടെ തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ തോൽവി. വിതച്ച വിത്ത് മണ്ണിൽ കിടന്ന് അഴുകുകയല്ല, മറിച്ച് മണ്ണ് തുരന്ന് മുകളിലേക്ക് വരാൻ പോരാടുകയാണ് ചെയ്യുന്നത്. നിങ്ങളും ഒരു വിത്താണ്. പ്രതിസന്ധികളുടെ മണ്ണിൽ തളച്ചിട്ടപ്പെട്ടവരല്ല, മറിച്ച് പടർന്നു പന്തലിക്കാൻ പോകുന്ന വൻമരങ്ങളാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ ഇന്ന് തുടങ്ങുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. താങ്ക്